ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് രണ്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പീസ് രണ്ടും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിൽ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്രീൻ മസാല അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചേർത്താലും മതി. ഇനി ഒരു പിടി മല്ലിയില, നല്ല ഫ്രഷ് ആയിട്ട് നല്ല പച്ച കളറിലുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല മഷി പോലെ തന്നെ തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ഇട്ട് പൊട്ടുമ്പോൾ 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു മണമൊക്കെ നല്ല മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കാം. പിന്നെ മിക്സി ജാറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഈ അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ 1/2 കിലോ ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ചിക്കൻ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഇത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ചിക്കനിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഗ്രേവിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടും തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 12 അണ്ടിപ്പരിപ്പ് കുതിർത്തത്, ഒരു 1/4 കപ്പോളം 2-ാം പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള 1-ാം പാലിൽ എടുത്തതിൻ്റെ ബാക്കി 2-ാം പാൽ ഒരു 1/4 കപ്പോളം എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ കറി നന്നായിട്ടും തിളച്ചാൽ 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും മൂടി തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറി ഒന്നുകൂടി തിക്കായിട്ട് വരും. നമ്മൾ ചിക്കൻ ചേർത്താൽ കറി ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ലൂസായിട്ട് ഉണ്ടാവും. ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 2 നുള്ളി ഗരം മസാലയാണ്. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ടൈമിൽ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഞാനിവിടെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്തത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ പത്തിരിയുടെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ സൂപ്പർ കോംബോ ആയിട്ടുള്ള ഒരു അടിപൊളി ക്രീമി ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അത് നമുക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്.
പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് രണ്ടാം പാലാണ്. തേങ്ങയുടെ 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 1 കപ്പ് രണ്ടാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ചിക്കൻ ഒന്ന് വേവുന്ന ഒരു 1/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 1-2 തവണ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് 1 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് വേണം, നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്തിട്ട് ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് കറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. പിന്നെ നമ്മൾക്ക് കൂടുതൽ തിക്കായിട്ടുള്ള നല്ല ക്രീമി കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 അണ്ടിപ്പരിപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അതല്ല അധികം തിക്നെസ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 അണ്ടിപ്പരിപ്പൊക്കെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10 അണ്ടിപ്പരിപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 1-2 മിനിറ്റും തിളപ്പിക്കുന്ന സമയത്ത് കറി നന്നായിട്ട് തിക്കായിട്ട് വരും. 1-2 മിനിറ്റൊക്കെ തിളച്ചാൽ മതി, കൂടുതൽ സമയം തിളപ്പിക്കരുത്. നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ കറിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഇതിലും സിമ്പിളായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നൈസ് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.